തവ ദർശനം ഈ ദാസരിക്കേകിലൂ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേകിലൂ. ദൈവത്തിൻ ജനമേ പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടത്തെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടത്തെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വാസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊളിഞ്ഞിടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഫാമിലി പോസ്റ്റേറ്റ് അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് അച്ഛൻ ഇതിൻ്റെ നായകത്വത്തിലെത്തിയത് മറ്റൊരു പരിപാടിയായി ഞാൻ കാണുകയാണ്. ജോയിച്ച സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം നമ്മുടെ ശ്രദ്ധയും കരുതലും ആവശ്യമായിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ രൂപപ്പെടുത്താൻ, കുടുംബങ്ങൾ രൂപാന്തരപ്പെടുത്താൻ ജൂബിലി വർഷത്തിൽ അച്ഛൻ്റെ സവിശേഷമായ നേതൃത്വം കാരണമായി തീരട്ടെ. അതിനെല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അച്ഛനായി നേരുന്നു. ഈ തിരുനാളും ഈ പിറന്നാളും അച്ഛന് ഏറ്റവും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പുനർപ്പണത്തിൻ്റെയും ഒരു അവസരമായി തീരട്ടെ. ദൈവം നിയോഗിച്ചവൻ നിയോഗിച്ചവൻ കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ ഡയറക്ടറാകും ജോസഫ് അച്ഛന് നാമകേതുക തിരുനാൾ മംഗളങ്ങൾ. നൂറ് നൂറാശംസകൾ. കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ ഡയറക്ടറാകും ജോസഫ് അച്ഛന് നാമകേതുക തിരുനാൾ മംഗളങ്ങൾ. നൂറ് നൂറാശംസകൾ. എറണാകുളം രൂപതയ്ക്ക് ദീപമായി നിൽക്കുന്ന കുടുംബ പ്രേക്ഷിതം. എറണാകുളം രൂപതയ്ക്ക് ദീപമായി നിൽക്കുന്ന കുടുംബ പ്രേക്ഷിതം. കുടുംബങ്ങളോട് സ്നേഹശാന്തി തോന്നുവാൻ അനുദിനവും ചേർന്നു നിന്നവൻ. കരുണയോട് ദൈവം ഇന്ന് ഈടനെ കാത്തുപാലിക്കുവാൻ ആശംസകൾ. ആയുരാരോഗ്യ സൗഖ്യമേകി ദൈവമേ തലയെ തുണയ്ക്കുവാൻ ആശംസകൾ. കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിന്റെ
നമുക്കൊരു ദർശനമുണ്ട്. ആ ദർശനം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ച് നടത്തുന്ന ഒരു അച്ഛൻ. അതിൻ്റെ വിജയമാണ് കിട്ടിയിരുന്ന പല അച്ഛന്മാർക്കും അറിയാം. അച്ഛന്മാരുടെ കീഴിൽ നടന്ന സ്നേഹജ്വാല എന്നുള്ള പ്രോഗ്രാം. ഇത് ഞങ്ങൾക്ക് ഇത് ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഇടവുകളിൽ പോകാനും ഹോം മിഷൻ നടത്താനും അവിടെ പോയി ഞങ്ങളെ കൊണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ശങ്കിച്ചിരുന്നപ്പോൾ ഇത് ഫാമിലി അപ്പോസ്റ്റലേറ്റ് ചെയ്തോട്ടെ എന്ന് കരുതി ഞങ്ങളിങ്ങനെ പതുക്കെ മാറി നിന്നപ്പോൾ അല്ല, നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്, ദമ്പതികൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളെ മുന്നിലേക്ക് നിർത്തി, അച്ഛൻ പിന്നിലേക്ക് പോയെന്നല്ല, ഞങ്ങളെ മുന്നിലേക്ക് നിർത്തി ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അച്ഛ ഞങ്ങൾക്ക് ഏറെ കടപ്പാടും ഏറെ നന്ദിയും അച്ഛനോടുണ്ട്. ഈ ദിവസത്തിൽ, ഈ നല്ലൊരു ദിവസത്തിൽ അച്ഛൻ്റെ അമ്മച്ചോടിയുണ്ട്. അച്ഛൻ്റെ അമ്മച്ചോട് ഞങ്ങൾ എന്ന് പറയുകയാണ്, അച്ഛനെ പോലെ നല്ലൊരു മകനെ ഞങ്ങൾക്ക് കിട്ടിയത്. എറണാകുളം പോലെ അതിരൂപതയുടെ ഞങ്ങൾക്ക് ഏറെ നന്ദിയുണ്ട്. അച്ഛനെ ഞങ്ങൾക്ക് കിട്ടിയതില്ല. എല്ലാവരുടെ പേരിൽ, എല്ലാ MCC GR ദമ്പതികളുടെ പേരിൽ അച്ഛൻ്റെ സ്നേഹത്തോടെ ജന്മദിനാശംസകളും സിസ്റ്റം നേരിടും. നീ എന്താണെന്ന് ആലോചിച്ചു ഇന്നൊരു ദിവസം എനിക്ക് കിട്ടിയത് എന്നെ പറ്റി ഞാൻ എന്ത് മുദ്രയാണ് എൻ്റെ ഈ പൗരോഹിത്യത്തിലൂടെ പതിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയും കൂടിയാണ്. അപ്പൊ അവിടെ ഒരു പക്ഷേ എൻ്റെ മിനിസ്ട്രിയെ പറ്റിയുള്ള ഒരു അവബോധം നിങ്ങൾക്ക് തന്നു. ആദ്യത്തേത് എൻ്റെ ജീവിതം, ഇത് എൻ്റെ മിനിസ്ട്രി. അപ്പൊ ഇഫക്റ്റീവ് ആവുക എന്നുള്ള ഒരു ചെറിയ സന്ദേശം നിങ്ങൾ എനിക്ക് കൈമാറി. ഞാൻ ഈ വൈദിക കൂട്ടായ്മ സത്യത്തിൽ ഞങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചാല് ഞങ്ങൾക്ക് ഈ വൈദികരുടെ പരസ്പരമുള്ള കൂട്ടായ്മയൊക്കെയാണ്. പിന്നെ ഇതുപോലെ ആളുകളുടെ സ്നേഹമൊക്കെ ഒരു കുഞ്ഞു സമ്മാനമാണെങ്കിൽ അതൊക്കെ കിട്ടുമ്പോൾ സ്നേഹിക്കപ്പെടുന്നു എന്നൊരു ചിന്തയൊക്കെ ഞങ്ങൾക്ക് പറയാതെ വരുന്നുണ്ട്. അത് ഗിഫ്റ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങളൊന്ന് ആശ്ലേഷിക്കുന്നു, ഒരു നല്ല വാക്ക് പറയുന്നു, മോന്ത തിരിക്കാതെ പോകുന്നു, അതൊക്കെയാണ് അച്ഛന്മാർക്ക് കിട്ടുന്ന വലിയൊരു സന്തോഷം. ഞങ്ങൾ ദേഷ്യപ്പെട്ടാലും നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, അച്ഛനിപ്പോൾ ഷുഗറായത് ഉണ്ടാക്കിക്കാം എന്നൊക്കെ. ഞാൻ 9 കഴിഞ്ഞു, അതുകൊണ്ട് ഞാനും അത്തരത്തിൽ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതം എന്നും ഒരേപോലെയല്ല. ഞാൻ ആവർത്തിച്ച് ചിന്തിക്കുന്ന 2 കാര്യങ്ങൾ. അതാണ് ജീവിതത്തെ വിസ്മയത്തോടെ കഴിഞ്ഞ കാലത്ത് നോക്കുക. രണ്ടാമത്തേത് പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു
പോസിറ്റീവായ മുദ്ര പതിപ്പിച്ചിട്ട് പോവുകയില്ലെങ്കിൽ നിന്നെ ആര് പോലും ഓർക്കുകയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദിയും അതുപോലെ യോസപിതാവിന്റെ മാനസത്തിലൂടെ ഒത്തിരി നന്മകൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കുടുംബപരീക്ഷ ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗമാക്കാനുള്ള നന്ദി ഈ അവസരം നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സാന്നിധ്യം ഈ ഒരു കേന്ദ്രത്തെ കൂടി സജീവമാക്കും. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.